ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സൗഖ്യം ഉണ്ടാകട്ടെ, സമാധാനവും ശാന്തിയൊക്കെ ഉണ്ടാകട്ടെ. എൻ്റെ പേര് കുതുകുസ്മാൻ. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എൻ്റെ മാതാവിനെ ഞാൻ മാതാവെന്ന് വിളിക്കണം, എൻ്റെ പിതാവിനെ ഞാൻ പിതാവെന്ന് വിളിക്കണം. അച്ഛ, അമ്മ, അല്ലെങ്കിൽ വാപ്പ, ഉമ്മ എന്നൊക്കെ വിളിക്കാമല്ലോ. അതേപോലെ എൻ്റെ ദൈവത്തിനെ ഞാൻ ദൈവമേന്ന് വിളിക്കണം, എൻ്റെ ദൈവത്തിനെ ഞാൻ ദൈവമേന്ന് വിളിക്കണം. വല്ലവൻ്റെ ദൈവത്തെ ഞാൻ ചെന്നിട്ട് ദൈവമെന്ന് വിളിച്ചാൽ ശരിയല്ലെന്ന്. അതാണ് ഇന്നത്തെ പ്രശ്നം. വല്ലവൻ്റെ ദൈവത്തിനെയൊക്കെ ചെന്നിട്ട് ആരാധിക്കാൻ പോവുക, വല്ലവൻ്റെ ദൈവത്തിൻ്റെ സമ്പത്തൊക്കെ എടുത്തിട്ട് എൻ്റെ സമ്പത്താക്കുക. അത് ന്യായമല്ലല്ലേ? ന്യായം വേണമല്ലോ. എൻ്റെ പിതാവിനെ ഞാനും പിതാവെന്ന് വിളിക്കാം, അല്ലാതെ വല്ലവൻ്റെ പിതാവിനെ ഞാൻ പിതാവെന്ന് വിളിച്ചാൽ ശരിയല്ലല്ലോ, വഴക്കുണ്ടാവുമല്ലേ. അതേപോലെ വല്ലവൻ്റെ ദൈവത്തിന് ഞാൻ ആരാധിക്കുമ്പോൾ എന്തിനാണ്? ആ ഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്ന് എഴുതി വെച്ചേക്കാണ്. അവിടെ ഒരു താത്ത പോയിട്ട് കണ്ണനെ ഞാൻ വരച്ചിട്ടുണ്ട്, 75,000 രൂപ തന്നെന്ന് പറഞ്ഞിട്ട്. എന്തിനാണ് ചതിക്കാൻ പോണത്? ചതിയല്ലേ, വഞ്ചനയല്ലേ? നിനക്ക് വിശ്വാസം ഉണ്ടായിട്ടാണ് പോയത്, കാശുണ്ടാക്കാൻ വേണ്ടി. കണ്ടവൻ്റെ ദൈവത്തെ ആരാധിക്കാനൊന്നും പോകരുത്. അവനവൻ്റെ ദൈവം ഉണ്ടെങ്കിൽ അവനവനെ ആരാധിക്കുക, അല്ലാതെ വല്ലവൻ്റെ ദൈവത്തിനെ ആരാധിക്കാൻ പോണെന്തിനാണ്? നിനക്ക് ദൈവം ഉണ്ടെങ്കിൽ നീ നിൻ്റെ ദൈവത്തെ ആരാധിക്കുക. വല്ലവനും ആരാധിക്കുന്നു, അവൻ്റെ ദൈവത്തെ പോയിട്ട് നീ ആരാധിക്കാൻ പോണെന്തിനാണ്? ന്യായം വേണ്ടേ? ഒന്ന് ആലോചിച്ചേക്ക്. വല്ലവൻ്റെ ദൈവത്തിൻ്റെ സമ്പത്തെടുത്തിട്ട് വിതരണം ചെയ്യാൻ പോവുകയാണ്. അവനവൻ്റെ ദൈവം ഉണ്ടല്ലോ, കോടീശ്വരന്മാരല്ലേ. ഓരോരുത്തരുടെ ദൈവങ്ങളും കോടീശ്വരന്മാരാണ്. അവരുടെ കാശെടുത്ത് ചിലവാക്ക്. അപ്പം പറയാം പ്രായപൂർത്തിയായിട്ടില്ലെന്ന്. ദൈവത്തിന് പ്രായപൂർത്തിയായിട്ടില്ല. എന്തിനാണ് സ്വന്തമായിട്ട് ദൈവമുണ്ട്, സ്വന്തമായിട്ട് കാശുള്ള ദൈവന്മാർ, കോടീശ്വരന്മാരായ ദൈവമുണ്ട്, രത്നങ്ങളും വൈരങ്ങളും എല്ലാം ഉള്ള. അതെടുത്ത് ചിലവാക്ക്. വല്ലവൻ്റെ ദൈവത്തിനൊക്കെ കാശെടുക്കുക, ന്യായം വേണ്ടേ? ഒന്ന് ആലോചിക്കേ. ഞാൻ പറഞ്ഞത് ശരിയാണ്? കമൻറ്റ് ചെയ്യണം കേട്ടോ. കമൻറ്റ് ചെയ്യണം. ഞാൻ പറയുന്നത് തെറ്റാണെങ്കിലേ കമൻറ്റ്. തെറിയാണെങ്കിൽ എഴുതിക്കോ, കുഴപ്പമില്ല. തെറിയാണെങ്കിൽ എഴുതിക്കോ, എനിക്കിഷ്ടമാണ് തെറിയൊക്കെ കേൾക്കുന്നത്. ഓക്കെ, ലാൽ സലാം സഖാവേ. ഇനി എന്റെ ഒരു സാന്നിധ്യം കൊണ്ട് ഗുരുവായൂരിൽ ഒരിക്കലും അശുദ്ധിയാവുകയില്ല എന്നുള്ളൊരു പ്രോമിസ് എനിക്ക് തരാൻ പറ്റും. ഇന്ന് മതസ്ഥർക്ക് എന്തെങ്കിലും വേദനപ്പെടുത്തുന്ന രീതിയിൽ ഗുരുവായൂരിനോ അല്ലെ എന്റെ ഭാഗത്തുനിന്നോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട്, ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. 11 വർഷം കണ്ണനെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ആ ചേർത്ത് പിടിച്ചതിൽ ഒരർത്ഥമുണ്ട്, ഇടപെടണം. എനിക്ക് പേടിയില്ല, കാരണം ഞാൻ ഇത്രയും കാലം വരച്ചത് ചിരിച്ചുകൊണ്ടിരിക്കുന്ന കണ്ണനെയാണ്. ചിരിച്ചുകൊണ്ടിരിക്കുന്ന കണ്ണൻ ഒരിക്കലും ഉപദ്രവിക്കൂല. വർഗീയവാദിയാവൻ ഞാനെങ്കിൽ എങ്ങനെ എനിക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രിനെ കാണാനുള്ള ഒരു അവസരം തരിക? ഭർത്താവ് ഇത്രയും സപ്പോർട്ട് ചെയ്തൊരു മനുഷ്യനാണ്. 2003 പറഞ്ഞതോടെ ഇനി എന്റെ ഒരു സാന്നിധ്യം കൊണ്ട് ഗുരുവായൂരിൽ നാം